ഡ്രോൺ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആണെന്നൊരു ധാരണ നമുക്കുണ്ട്. ഡ്രോൺ വാസ്തവത്തിൽ എയർലൈൻ ഇൻഡസ്ട്രിയുടെ റോഡ് ടാക്സി ഇൻഡസ്ട്രി മറ്റെന്ന് വെച്ചാൽ എല്ലാം ബന്ധപ്പെടുത്തി ഡ്രോൺസ് വരാനുള്ള സാധ്യതയില്ലേ? ഡ്രോണുകൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരിക വിവാഹവേദികളിലും പൊതുസ്ഥലങ്ങളിലുമൊക്കെ നമുക്ക് മുകളിലൂടെ കറങ്ങി നടന്ന് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന ക്യാമറകളെയാണ്. ഡ്രോണുകൾ യാത്രയ്ക്ക് പോലും ഉപയോഗിക്കുന്ന കാലം അതിവിദൂരമല്ലെന്നാണ് സാങ്കേതിക വിദഗ്ധർ പറയുന്നത്. ഈ ഡ്രോണുകളിലേക്ക് എത്താൻ സഹായിക്കുന്ന ഡ്രോൺ പാർക്ക് എന്ന വലിയ സങ്കല്പം കൊട്ടാരക്കരയിലെത്തുന്നു കേൾക്കുമ്പോൾ അത് വളരെ സന്തോഷമുള്ളൊരു വർത്തമാനമാണ് നാടിനെ സംബന്ധിച്ച് നമുക്ക് തരുന്നത്. ഡ്രോൺ ഒരു പാർക്ക്, ഡ്രോണിൻ്റെ റിസർച്ച് സംബന്ധിച്ചൊരു പാർക്ക് കൊട്ടാരക്കരയിൽ അനുവദിച്ചിട്ടുണ്ട്. ഡ്രോൺ പാർക്ക് അത് ഓൾറെഡി കേരള അക്കാഡമി ഫോർ സ്കിൽ എക്സലൻസ്, അപ്പോൾ അതിൻ്റെ ഒരു സ്ഥാപനം ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അത് IIT ആയിട്ടൊക്കെ ചേർന്നിട്ടാണ്. അപ്പം പല തരത്തിലുള്ള റിസർച്ചും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതും ഈ ഒരു വർഷത്തിനകം അതൊരു നല്ല വരും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നമുക്കൊരു സെക്കൻഡ് ടയറിൽ നല്ലൊരു R&D ഹബ്ബ് കൂടി ആക്കാനും ഇതിനെ ഡെവലപ്പ് ചെയ്യാനും പറ്റും എന്നുള്ള തരത്തിലേക്കുള്ള സാധ്യതകളുണ്ട്. IT പാർക്ക്, IT ഹബ്ബ് എന്നൊക്കെ കേൾക്കുമ്പോഴേ ആദ്യം ഒരു സാധാരണ മലയാളിക്ക് ഓർമ്മ വരിക തിരുവനന്തപുരവും കാക്കനാടും കോഴിക്കോടുമൊക്കെയാണ്. എന്നാൽ ഇൻഫർമേഷൻ സാങ്കേതികവിദ്യയ്ക്ക് ഗ്രാമപട്ടണമെന്ന അതിർവരമ്പുകളില്ലെന്ന് മലയാളിക്ക് ആദ്യമായി കാണിച്ചു തന്ന ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മനുഷ്യൻ കേരളത്തിലുണ്ട്. കൊട്ടാരക്കരയുടെ MLAയും കേരളത്തിൻ്റെ സ്വന്തം ധനമന്ത്രിയുമായ KN ബാലഗോപാൽ. നാടിൻ്റെ വികസനത്തിൻ്റെ അളവുകോൽ റോഡിലും കെട്ടിടങ്ങളിലുമെന്ന് വിലയിരുത്തിയിരുന്ന കാലം മാറിപ്പോയെന്നും റോഡും കെട്ടിടത്തിനുമൊപ്പം വിദ്യാഭ്യാസവും ആധുനിക സാങ്കേതികവിദ്യയും പുതിയ ലോകത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുന്നത് സാങ്കേതിക വിജ്ഞാന കുതുകികളായ വിദ്യാർത്ഥികളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസനമാണെന്ന മുൻകാഴ്ചയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഡ്രോൺ പാർക്ക് കൊട്ടാരക്കരയിലേക്ക് എത്തുന്നതിലെത്തിച്ചത്. ഒരു സെക്കൻഡ് ടയർ സിറ്റിയായ കൊട്ടാരക്കരയിൽ IT പാർക്ക് എന്ന് കേട്ട് നെറ്റി ചുളിച്ചവരുടെ മുന്നിലേക്കാണ് അസാപ്പിലൂടെ ആദ്യത്തെ മിനി പാർക്ക് എന്ന സങ്കല്പമെത്തിയത്. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ സർക്കാരിൻ്റെ കൂടി സഹകരണത്തോടെ സോഹോ കോർപ്പറേഷൻ കേരളത്തിൽ ആദ്യമായി കൊട്ടാരക്കരയിലെത്തി. ഇതോടെയാണ് റോബോട്ടിക്സിലൂടെ പുതിയൊരു തലമുറയെ വാർത്തെടുക്കുന്ന ജോലി പുരോഗമിക്കുന്നത്. അതിനിടയിൽ എല്ലാവരെയും അത്ഭുതപ്പെടുന്ന പ്രഖ്യാപനം എത്തുന്നത് കേരളത്തിലെ ആദ്യത്തെ ഡ്രോൺ പാർക്ക് കൊട്ടാരക്കരയിൽ എത്തുന്നു എന്നുള്ളതാണ്. ടൗണിൽ തന്നെയുള്ള ഗേൾസ് ഹൈസ്കൂൾ നിൽക്കുന്ന സ്ഥലമാണ് ഇതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. 1 ഏക്കർ സ്ഥലമാണ് സർക്കാർ ഇതിനായി ലഭ്യമാകുന്നത്. മദ്രാസ് IITയിലെ വിദഗ്ധർ ഇതിൻ്റെ പ്രാഥമിക പഠനങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസ് ആണ് പദ്ധതിയുടെ നോഡൽ ഏജൻസി. ഡ്രോൺ ആധുനിക സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. ഭക്ഷണ വിതരണത്തിനും യാത്രയ്ക്കും പോലും ഡ്രോണുകൾ ഉപയോഗിക്കുന്ന കാലം അതിവിദൂരമല്ലെന്നാണ് KN ബാലഗോപാൽ പറയുന്നത്. ആ വലിയ സാധ്യതയെ ചൂഷണം ചെയ്യുകയും ഒപ്പം സെക്കൻഡ് ടയർ പട്ടണങ്ങളിൽ വിവരസാങ്കേതികവിദ്യയുടെ ഹബ്ബായി കൊട്ടാരക്കരയെ മാറ്റുക എന്ന വലിയ സ്വപ്നത്തിലൂടെയാണ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ. ഡ്രോൺസ് ഈ സെൻട്രൽ ഗവൺമെൻറ് തന്നെ ചില ഈ സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് സ്കീമുകളുണ്ട്. നമ്മുടെ ഇവിടെ ഈ കേസ് എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടായിരുന്നു. അവരതിൻ്റെ അതായിട്ട് നമ്മൾ അതിൻ്റെ സ്പേസ് വേണം നമുക്ക് റിസർച്ച്. 1 ഏക്കർ 1.5 ഏക്കർ സ്ഥലം വേണം. അതിനകത്ത് നമ്മൾ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്ത് ടൗണിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചെന്നൈ IIT ആണ് അതിനെ സഹായിക്കാമെന്ന് പറയുന്നത്. അതിൻ്റെ ഇനിഷ്യൽ ഡിസ്കഷൻ നടക്കുന്നേ ഉള്ളൂ. IIT-കാരുടെ മീറ്റ് അതിൻ്റെ ഒരു ഫൈനൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ എന്തെങ്കിലും ഒരു സ്ഥാപനം വന്നാൽ 2-3 സ്ഥാപനം അതിൻ്റെ കൂടെ വന്നാലേ ഇതിൻ്റെ കണക്റ്റീവ് ഡെവലപ്മെന്റ് അല്ലേ നമ്മുടെ ഉദ്ദേശമല്ല. ഡ്രോൺ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആണെന്നൊരു ധാരണ നമുക്കുണ്ട്. ഡ്രോൺ വാസ്തവത്തിൽ എയർലൈൻ ഇൻഡസ്ട്രിയുടെ റോഡ് ടാക്സി ഇൻഡസ്ട്രി മറ്റെന്ന് വെച്ചാൽ എല്ലാം ബന്ധപ്പെടുത്തി ഡ്രോൺസ് വരാനുള്ള സാധ്യതയില്ലേ? അഗ്രികൾച്ചർ ഡ്രോൺസ് മാത്രമല്ലാത്ത ഡ്രോൺസ് ഉണ്ട്. അതിൻ്റെ വലിയ റിസർച്ച് സ്കോപ്പ് ഉള്ളതാണ്. അതിനൊരു സാധനം തുടങ്ങുന്നതാണ്. അത് ഇത് ഇപ്പം ആർക്കും അത് അത്ര തോന്നത്തില്ല. അപ്പം ആർക്കാർക്കെങ്കിലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, നമ്മൾ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നടന്നിട്ട് ചെയ്യുന്നതാണ്. സർവൈലൻസ്, ഡെലിവറി, പെസ്റ്റ്, മറ്റേ അഗ്രികൾച്ചർ, പിന്നെ അതിപ്പോ നാളെ ട്രാൻസ്പോർട്ടും വരും. ഇവിടുന്ന് തിരുവനന്തപുരത്ത് പോകാനോ ഹെലികോപ്റ്ററിന്റെ പകുതി യൂസ് ഉള്ള ഡ്രോൺസ് വരാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് സങ്കല്പിക്കാൻ, അതുകൊണ്ട് നമുക്ക് എന്ത് സങ്കല്പിക്കാം. ഇപ്പോൾ തിരുവനന്തപുരത്തിനോ കൊല്ലത്തിനോ പോകുന്ന ഡ്രോൺസ് തന്നെ വരാൻ സാധ്യത ഉണ്ടാവും. 10 വർഷത്തിന് അത്ര സമയം പിടിക്കുന്നില്ല. ഇപ്പൊ ചെറിയത് വന്നു തുടങ്ങിയല്ലോ ഡ്രോൺസിന്റെ എല്ലാവരും പ്രവർത്തനം.
എയർ ടാക്സീസ്. അല്ല, അത് ബാറ്ററി ഓപ്പറേറ്റർ ആണ്. അത് എയർ3ആണെന്ന് നന്നായി. അതിപ്പോ നമ്മൾ കൊടുത്ത 1 ഏക്കർ വെച്ചിട്ട് 1 ഏക്കർ അവർക്ക് വേണ്ടേ, 1 ഏക്കർ വേണ്ടുണ്ട് സ്കൂളിന്റെ സ്ഥലത്ത് നമുക്ക് സെന്ററിലാണ്. നമ്മുടെ കൊട്ടാരക്കര ഗേൾസ് ഹൈസ്കൂളില്ലേ, അപ്പൊ അവിടെ VHSC ഒക്കെ ക്യാമ്പസ് അവിടെ തന്നെയാ. അതാവുമ്പം സെന്റർ ആവുമ്പോഴത്തേക്ക് അല്ല, ഇങ്ങനെ കുറെ സ്ഥാപനങ്ങൾ കണക്ട് ആയിരുന്നത് നല്ലതാണ്. അനൂപിനൊക്കെ ഇരുത്തിക്കൊണ്ട് പറയുമ്പം അതിനകത്തൊരു ജാള്യതയുണ്ട്. പക്ഷെ നടന്ന കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോ സാറ് തന്നെ പറഞ്ഞു, 1 വർഷം പോലും തികഞ്ഞിട്ടില്ല നമ്മളിവിടെ വന്നിട്ട്. 1 വർഷത്തിനകത്ത് നമുക്ക് സ്വന്തമായ ഒരു ഓഫീസ് എന്ന് പറയുന്നത് സാധാരണ, അത് പ്രത്യേകിച്ച് ഇതുപോലൊരു റൂറൽ ഏരിയയിൽ, അതും അത്യാവശ്യം ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു ഓഫീസ് എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ഒക്കെ തന്നെയാണ്. പക്ഷേ എന്താ പറയുക, നമ്മളെ ചെറുപ്പക്കാരുടെ ഭാഷ പറഞ്ഞാൽ കട്ട സപ്പോർട്ട് എന്നൊക്കെ പറയില്ലേ, അതാണ് നമുക്ക് ഇവിടുന്ന് അനൂപിന്റെ ഭാഗത്തുനിന്നും സാറിന്റെ ഭാഗത്തുനിന്നും വരുന്നത്. എനിക്ക് ആക്ച്വലി സാറിന് വിളിക്കാൻ തന്നെ ഒരു മടിയാണ്. കാരണം അത്ര ക്ലോസ് ആയിട്ടാണ് എന്നെ സാറിന് സുഖമില്ലായിരുന്ന സമയത്ത് രാത്രി ഒരു ദിവസം വിളിച്ചിട്ട് മറ്റേ അപ്ഡേറ്റ് എന്തായി എന്നുള്ളത്, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്ന ഉടനെ തന്നെ ആ സമയത്ത് തന്നെ ഫോളോ അപ്പ് ചെയ്യുമായിരുന്നു. അപ്പൊ ഇതുപോലുള്ള ചെറിയ ചെറിയ മൊമെന്റ്സ് എനിക്ക് ഒരുപാട് ഓർക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ വളരെ എന്താ പറയാ, സ്വന്തം കാര്യം പോലെ ഫോളോ അപ്പ് ചെയ്യുകയും, അതുപോലെ ഇവിടെ ലീക്ക് ഉണ്ടെങ്കിൽ ഉടനെ അനൂപിന്റെ ഞങ്ങളുടെ റിയാക്ഷനേക്കാളും അനൂപിന്റെ റിയാക്ഷനാണ് അവിടെ ഹിറ്റ് ആവുന്നത്. ഓ മൈ ഗോഡ്. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, നമ്മളുടെ ഇവിടുത്തെ ഈ ഒരു ഓഫീസ് വളരെ നല്ല രീതിയിൽ നടക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹമുള്ള ഒരു എന്താ പറയാ, നമ്മളുടെ ഈ നാട്ടിന്റെ ഒരു ലീഡർഷിപ്പും അതുപോലെ തന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ലീഡർഷിപ്പ് ഇവിടെ ഉള്ളത് നമ്മുടെ ഒരു ഭാഗ്യം എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഇതിങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് സർ.